ഗൈസ് ISL ടീമുകളുടെ ഏതൊക്കെ വിദേശ താരങ്ങൾ നിലനിൽക്കും ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മാർക്കസിൻ്റെയൊക്കെ ഒരു ട്വീറ്റ് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 4 വിദേശ താരങ്ങൾ പ്രീ സീസണിൽ ജൂലൈയിലൊക്കെ ജോയിൻ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ആരൊക്കെയാണ് 4 താരങ്ങൾ എന്ന് വെച്ചാൽ നോവ സദോയി, ദുസൻ ലഗാത്തോർ, ഹെസൂസ് ഇമിനസ് ആൻഡ് ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണ എന്നിവരാണ് എന്നുള്ളതാണ്. ഇപ്പം ലൂണ ചിലപ്പോൾ പോയേക്കുമെന്നുള്ള റൂമറുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മാർക്കസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ട്വീറ്റ് വരുന്നത്. ഇപ്പം കോച്ചിൻ്റെ ഡിസിഷൻസ് എന്താകുമെന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നോയയും അല്ലെങ്കിൽ ലൂണയും ഒന്നിച്ച് കളിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് DM-ൽ ഒരു പ്ലെയറെ കളിപ്പിക്കാൻ പറ്റത്തില്ല. അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ബാലൻസിങ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പം പ്രീ സീസൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും താരങ്ങളെയൊക്കെ കൊണ്ടുവരുമല്ലോ. ഇപ്പം പുതിയ വിദേശ താരങ്ങൾ എന്താണെങ്കിലും വരും. അതിനോടൊപ്പം ഏതെങ്കിലും താരങ്ങളെ വേണ്ട എന്ന് വെക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ താരങ്ങളെ സെല്ല് ചെയ്തേക്കാം. ഇപ്പം ലൂണയ്ക്കൊക്കെ മൾട്ടിപ്പിൾ ഇയർ ഇവിടെ കോൺട്രാക്റ്റുള്ള താരമാണെന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ട്. അതുപോലെ FC ഗോവയുടെ 3 താരങ്ങൾ ബോർഹ ഹെറേര, ഇക്ക ഗൊരച്ചന ആൻഡ് ഡ്രാച്ചിച്ച് എന്നീ താരങ്ങൾ FC ഗോവയുടെ ഒപ്പം ഉണ്ടാകുമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ളത്. അതിലിപ്പം കാൽ മഖ്യു എന്ന് പറഞ്ഞിട്ടുള്ള താരം ക്ലബ്ബ് വിട്ടു പോകാനുള്ള സാധ്യതകൾ, അപ്പം ചെന്നൈയിൻ FC ആയിട്ടൊക്കെ ലിങ്ക് ചെയ്ത് കാൽ മഖ്യുവിൻ്റെ പേര് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നതും ഒരു കാര്യമാണ്. എന്താണെങ്കിലും ഇനിയിപ്പം കോച്ചിൻ്റെ ഒക്കെ കാര്യത്തിലൊക്കെ ഒരു കൺഫർമേഷൻ വന്നതിന് ശേഷമായിരിക്കും ബാക്കി കാര്യങ്ങളിലൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് തോന്നുന്നത്. ഇനി മുംബൈ സിറ്റി FCയുടെ പീറ്റർ ക്രാക്കിക്ക് 1 വർഷം കൂടി കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ക്ലബ്ബ് വിട്ടേക്കുമോ എന്നുള്ള സാധ്യതകൾ, കഴിഞ്ഞ സീസണിൻ്റെ ഇടയിൽ തന്നെ അദ്ദേഹത്തിന് ഔട്ടൊക്കെ ആരാധകർ വിളിച്ചിരുന്നു. എന്താണെങ്കിലും അദ്ദേഹം ഒരു സീസൺ കൂടി തുടരും എന്നുള്ളതൊക്കെയാണ് വാർത്തകൾ. 1 വർഷം കൂടി കോൺട്രാക്റ്റ് ഉണ്ട്. പീറ്റർ ക്രാക്കിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ആദ്യ സീസണിൽ ഒരു ഇടക്കാലത്താണ് ജോയിൻ ചെയ്യുന്നത് എങ്കിൽ കൂടി ഒരു സക്സസ്ഫുൾ ISL കപ്പ് വിൻ ചെയ്യുന്ന ലെവലിലേക്കൊക്കെ അദ്ദേഹത്തിന് ടീമിനൊപ്പം എത്താനായിട്ട് സാധിച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മോശം സീസണായിരുന്നു. പക്ഷേ എങ്കിൽ കൂടി പ്ലേ ഓഫ് കളിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ സാധിച്ചു. പക്ഷേ അത്ര മികച്ചൊരു പ്രകടനമായിരുന്നില്ല മുംബൈ സിറ്റി FCയെ സംബന്ധിച്ചിടത്തോളം. സമീപകാലത്ത് ഒരു മോശം പ്രകടനം നടത്തിയിട്ടുള്ളൊരു സീസൺ തന്നെയായിരുന്നു. എന്താണെങ്കിലും മുംബൈ സിറ്റി FC നിലനിർത്തുന്ന താരങ്ങൾ ഇപ്പോൾ ജോർജ് ഓട്ടിസും അതുപോലെ തന്നെ ജോൺ ടെറൽ എന്നീ താരങ്ങളെ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ മാർക്കസിൻ്റെ ലേറ്റസ്റ്റ് ട്വീറ്റ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടിരി ഓൾറെഡി ഉണ്ടാകുമെന്നുള്ള ഒരു കൺഫർമേഷനൊക്കെ വന്നു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെ ജോർഹെ പെരേര ഡയസ് അദ്ദേഹം വീണ്ടും മുംബൈ സിറ്റി FCയിൽ ജോയിൻ ചെയ്തു എന്ന് പറയുന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് മുംബൈ സിറ്റി FCയുടെ ഭാഗത്തു നിന്നുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻസ് ഒക്കെ വന്നിരുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇതൊക്കെയാണ് വിദേശ താരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായും കമ്പോസ് ചെയ്യാൻ സൈനിങ് ഓഫ്.